ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ ഡേ ആണെന്ന്. അപ്പോൾ ദ തിങ് ഈസ്, എനിക്കും അറിയില്ല എങ്ങനെയാണ് എന്തുവാണ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവിടെ UK വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് അവൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ ഡേ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഇനി പോകണം. അപ്പം സച്ചു കുഞ്ഞും താഴെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം അത് വീണ്ടും ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ റെഡി ആവാനാണ്. അതിനുശേഷം ആവേ റെഡിയാക്കണം. അതിനുശേഷം നമുക്ക് പോകണം. നമുക്കൊരു 10:30 അപ്പോയിൻമെൻറ്റ്. ഇവിടുന്ന് ഒരു ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്ര ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ പോകെയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാം എന്നോർത്ത്. വേറൊന്നുമല്ല, ഞാൻ UK ഉണ്ടായിരുന്ന ആളായിട്ട് പോലും എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയും എത്രയോ പേര് ഇനി വരാൻ കിടക്കുന്നു, എത്രയോ പേര് ഇവിടെ ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഇമ്പോർട്ടൻ്റ് തിങ്, ഒരാൾ ആദ്യമായിട്ട് UK വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ GP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യണം. GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പ്രാക്ടീഷണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയല്ലേ, ആ ഒരു എന്താ പറഞ്ഞത് രീതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈ GP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പം ഒന്നെങ്കിൽ GP അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ നമുക്ക് അടുത്തുള്ള GP ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ചോദിക്കും, നമ്മൾ എന്തിനാണ് GP രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. അപ്പം ഓക്കെ, GP രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓടിപ്പോയി നമ്മൾ നാട്ടിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണാവുന്ന പറ്റുന്നത് പോലെ ഒന്നും പറ്റത്തില്ല. നമുക്കൊരു തലവേദനയോ അങ്ങനത്തെ ഇഷ്യൂസ് വല്ലതും വന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കാനൊന്നും പറ്റില്ല. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ബൂട്ട്സ് എന്ന് പറയുന്നത്. ആ ഷോപ്പിൽ പോയി നമ്മൾ മേടിക്കണമെങ്കിൽ പോലും ചില ഇഷ്യൂസിന് നമുക്ക് GP നിന്നും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിസിൻ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൻറ്റിബയോട്ടിക്സ് ഒന്നും നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ബൂട്ട്സിൽ ഫാർമസിസ്റ്റ് ഉണ്ട്, നമുക്ക് മെഡിസിൻ കിട്ടും. പക്ഷേ നമുക്ക് GP നിന്നും കിട്ടേണ്ട കുറച്ച് മെഡിസിൻസ് ലൈക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, നമുക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ GP രജിസ്റ്റർ ചെയ്താൽ മാത്രമേ GP ത്രൂവേ നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയുള്ള മെഡിസിൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് UK വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം GP രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കും, നമ്മളപ്പോൾ വരുമ്പോൾ തന്നെ GP അപ്പോൾ ഈശ്വര രജിസ്റ്റർ ചെയ്യണോ, അപ്പോൾ GP ഇല്ലാണ്ട് നമുക്ക് UK നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി എന്ത് സംഭവിക്കും? അങ്ങനെയില്ല. കാരണം നമ്മൾ വരുമ്പോഴേ GP രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരമാണ് ഇവിടെ A&E ഹോസ്പിറ്റലിലെ A&E എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതായത് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ NHSൻ്റെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് അതിനകത്ത് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എമർജൻസി വന്ന് എന്ത് ചെയ്യുന്നു, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അവരുടെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറായ 111 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ സഹായിക്കും. അപ്പോൾ വരുമ്പോഴേ GP ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ GPയുടെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വശങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. NHS എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ NHS എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ NHSൻ്റെ അണ്ടറിൽ വരുന്ന കുഞ്ഞു ക്ലിനിക്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന രീതി പറയുന്നതാണ്, ക്ലിനിക്കിലെയാണ് നമ്മൾ ഈ GP എന്ന് പറയുന്നത്. അപ്പോൾ NHS ആണ് ഈ GP ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിനും കൺസൾട്ടേഷനും ഒന്നും ഫീ ഇല്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ പൈസ മുടക്കേണ്ട കാര്യമില്ല.
ഞാൻ ഇത്രയും ഇൻട്രോയിൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇവിടുത്തെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ GPയെ പറ്റി കാണിക്കുമ്പോഴും പിക്ചർ കാണിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് അതിനെപ്പറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്താണ് ഈ പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ആകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ പറഞ്ഞതുപോലെ അവനെ റെഡിയാക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അവൻ ആകെ കളിയായിരുന്നു. അവൻ്റെ കളിയൊക്കെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവനെ റെഡിയാക്കി. നമുക്ക് കുത്തുവെള്ളം പോവാവേ. നമുക്ക് കുത്തുവെള്ളം പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. പോകാം, ടാറ്റ, പോവാം. പാവം പുറത്ത് പോവാന്നുള്ളതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുകയാണ് ആള്. പാവത്തിന് അറിയത്തില്ലല്ലോ കുത്തുകൊള്ളാൻ പോവാണെന്ന്. നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇതുപോലെ സ്ട്രോളർ നമ്മൾ കയ്യിൽ കരുതാറുണ്ട്. അത് കുറച്ചും കൂടെ ഈസിയാണ് അവനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. അതുപോലെ തന്നെ തൊട്ട് പുറകിലാണ് കാർ പാർക്കിങ്ങിലും ഞാൻ ഫ്രണ്ടിൽ കൂടെയാണ് എപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. അത് വേറൊന്നുമല്ല, ബാക്ക് സൈഡിൽ ഒരുപാട് പൂച്ചയുണ്ട്. എനിക്ക് പൂച്ചയെ കാണുമ്പോൾ തന്നെ പേടിയും ഇഷ്ടമില്ലായ്മയാണ്. അപ്പോൾ ആ കാർ പാർക്കിംഗ് ഏരിയയിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പൂച്ച ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ നടന്നു വരും. സച്ചു അതുകൊണ്ട് കാറും കൊണ്ട് വന്നിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിൽ എനിക്ക് പുതുമയാണ്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും പുതുമയുള്ളത് കൊണ്ടാണ് ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ GP ഒക്കെ എങ്ങനെയായിരിക്കുന്നത്, അതിനകത്ത് ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ GPയിലെത്തി. സച്ചു ഇത് എന്ത് ചെയ്യുകയാണെന്നല്ലേ എങ്കിൽ നമുക്ക് റിസപ്ഷനിൽ പോയി എൻക്വയറി ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മോണിറ്റർ കാണും. ആ മോണിറ്ററിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വന്നു എന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. നമ്മൾ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ ഏത് ഏരിയയിൽ വെയിറ്റ് ചെയ്യണമെന്ന് നമ്മളോട് അവർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ എന്താണെന്നല്ലേ കണ്ടില്ലേ, ഇത് ജനറൽ, ബ്ലൂ, ഗ്രീൻ, ഇതൊക്കെ ഓരോ വെയിറ്റിംഗ് ഏരിയയാണ് കാണിച്ചേക്കുന്നത്. നമ്മൾക്ക് ഗ്രീൻ വെയിറ്റിംഗ് ഏരിയ ആയിരുന്നു കിട്ടിയിരുന്നത്. സോ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയുടെ പേരായിരുന്നു ഗ്രീൻ എന്ന്. ആ വെയിറ്റിംഗ് ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ കുറച്ചും കൂടെ നാട്ടിലേക്കാളും റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷേ സച്ചു നല്ല ടെൻഷനിലായിരുന്നു. വേറൊന്നുമല്ല, നാട്ടിൽ നമുക്ക് ഒരാളെയല്ലേ വാക്സിൻ എടുക്കാൻ കയറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പേരെയും കയറ്റും. അപ്പോൾ സച്ചുവിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ സച്ചു നേരിട്ട് ഇനി അത് കാണണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനായിരുന്നു. എൻ്റെ ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു ആശ്വാസമായിരുന്നു. അതുപോലെ തന്നെ അധികം നേരം നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പേര് വിളിച്ചു. ഇതായിരുന്നു കൺസൾട്ടിങ് റൂം. സോ അതിനുശേഷം നമ്മളുടെ അടുത്ത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൈക്ക് നാട്ടിലെ ഏതൊക്കെ വാക്സിൻ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ട് വാക്സിനേഷൻ എടുക്കുമായിരുന്നു ചെയ്തത്. ഇനി ഞാൻ അകത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ആളും ബഹളമൊന്നും ഇല്ലല്ലോ, ഒഴിഞ്ഞു കിടക്കുന്നത് എന്താന്ന്. ശരിയാണ്, അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു GPയിൽ ഇത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ക്രൗഡഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ പാവം ഇടത് കാലിലായിരുന്നു വാക്സിനേഷൻ എടുത്തിരുന്നത്. അധികം നേരം ഒന്നും കരഞ്ഞില്ല, പക്ഷെ കുറച്ച് നേരം അത് പൊക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അത് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രണ്ട് വഴിയാണ് വരുന്നത് പോകുന്നതെന്ന്. ഈ വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കിലെ റോസയെക്കാളും ഫ്രണ്ടിൽ നിൽക്കുന്ന റോസയാണ് കാണാൻ ഭംഗിയെന്ന്. ഇതാണ് ആ റോസ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതല്ലേ കുറച്ചുകൂടെ ഭംഗി കാണാൻ. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ പോയി. അപ്പോൾ എനിക്കിതിനകത്ത് പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കരയുന്നു. അപ്പം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ഈ GP, NHS ഒക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിൻ്റെ വാക്സിനേഷൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ഒരാൾ എങ്ങനെയാണോ ഇവിടെ വന്നിട്ടൊരു GPയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് കുഞ്ഞിനും ഉള്ളത്. ഇപ്പം നമ്മൾ കുഞ്ഞുമായിട്ടാണ് ഓൾറെഡി ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് NHSയിൽ നിന്ന് ഫാമിലി ഫോം കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് വന്ന് പിന്നെ അതിന് ശേഷമാണ് എൻ്റെ കല്യാണം നടന്നതും പിന്നീട് കുഞ്ഞുണ്ടായതും.
അപ്പോൾ ഇവിടെയായിരുന്നു ഡെലിവറി എങ്കിൽ അവർ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഫോം തരും. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റെഡ് ബുക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ബുക്കില്ലേ, അതിന് ഇവിടെ വിളിക്കുന്ന പേരാണ് റെഡ് ബുക്ക്. പക്ഷേ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അതിനകത്ത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ബ്ലഡ് ഗ്രൂപ്പ്, വെയിറ്റ്, പിന്നെ വാക്സിനേഷൻ ഡീറ്റെയിൽസ്, ഇത്രയല്ലേ നാട്ടിലെ ബുക്കിൽ കാണുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേജസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ ഏതൊക്കെ മൈൽ സ്റ്റോൺ, ഈ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഏത് ഫുഡാണ് കൊടുക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയെല്ലാം ഈ റെഡ് ബുക്കിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ റെഡ് ബുക്ക്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കുഞ്ഞിൻ്റെ ഗ്രോത്ത് ചാർട്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസറുകളുടെ ഇഷ്യൂസ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വായിച്ചറിയാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഒക്കെ ഈ ബുക്ക് ഒരുപാട് ഉപകരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുക്ക് നല്ല യൂസ്ഫുൾ ആണ്. ബിക്കോസ് പ്രത്യേകിച്ചും ന്യൂ മോംസിനൊക്കെ കുഞ്ഞുങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓരോന്ന് പുതിയ അറിവുകളാണ്. അതൊക്കെ വായിച്ച് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ബുക്ക് എന്തുകൊണ്ടും ഒരുപാട് ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇവിടെയാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കേസ് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനൊരു 29th വീക്ക് ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ പോയി. എൻ്റെ ഡെലിവറി നാട്ടിലായി. പക്ഷേ ഈ 29 വീക്ക് വരെയും ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് എടുത്തിരുന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ പോയി കാണുന്നത് പോലത്തെ ഒരു സമ്പ്രദായമല്ല ഇവിടെ. നമുക്കൊരു മിഡ് വൈഫ് എന്ന് പറഞ്ഞൊരു ആളിനെ കിട്ടും. മിഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സുമാരെയാണ് നമുക്ക് കിട്ടുന്നത്. അവരെയാണ് നമ്മൾ മിഡ് വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഡെലിവറി വരെയും നമ്മൾ ഈ മിഡ് വൈഫിനെയാണ് കാണുന്നത്. ഈവൻ ഡെലിവറി ടൈമിലും മിഡ് വൈഫാണ്. അതല്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഈ ഡെലിവറി ടൈമിലോ വല്ലതും വരുവാണെങ്കിൽ മാത്രമേ നമ്മളെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് വിടത്തുള്ളൂ. അതല്ലെങ്കിൽ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് മിഡ് വൈഫ് ആയിരിക്കും. അപ്പോൾ എനിക്ക് 29 വീക്ക് വരെയും ഇവിടുത്തെ മിഡ് വൈഫുമായിട്ടായിരുന്നു ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ ഡെലിവറി നാട്ടിലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഓക്കെ, നാട്ടിൽ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ ഞാൻ എൻ്റെ GPയിലോ അല്ലെ മിഡ് വൈഫിനെയോ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എത്ര പെട്ടെന്ന് പറ്റുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് GPയിലാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ GPയിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളുടെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ സൈഡിൽ നിന്നും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ നമുക്ക് തരാൻ പറ്റുള്ളൂ. നമ്മുടെ കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് നമുക്ക് GPയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് കുഞ്ഞിന് ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. GP ഏതാണെന്ന് നമ്മളോട് ഹോസ്പിറ്റലുകാർ ചോദിച്ചു. അങ്ങനെ അവർ നമ്മളുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോയി. സോ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു കോള് GPയിൽ നിന്നും വന്നത്. ലൈക്ക് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോള് വന്നത് അങ്ങനെയാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ GPയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അവർ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടിലും ക്യൂരിയോസിറ്റി അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവർ പിന്നീട് ലിങ്ക് അയച്ചു തന്നു. ഓക്കെ, അങ്ങനെ ആ ലിങ്കിൽ കയറി ഞാൻ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എനിക്ക് കോൾ വന്നു. ഇതുപോലെ വാക്സിൻ ഡ്യൂ ഉണ്ട്, വേറൊരു ലിങ്ക് തരാം, അതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ NHS ലൈക്ക് നമ്മുടെ GP തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാക്സിൻ്റെ കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്യാനുള്ള ഹെൽപ്പൊക്കെ തന്നത്. അതേപോലെ തന്നെ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെയാണ് അവൻ ജനിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു 8 തൊട്ട് 12 ആഴ്ച വരെ മിഡ് വൈഫ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കും. പക്ഷേ ഇത് ഡിഫറെൻറ്റ് കേസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ UK വന്നതിന് ശേഷവും GPയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മിഡ് വൈഫും ഒരു നേഴ്സും നമ്മളുടെ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി കുഞ്ഞിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, ലൈക്ക് പിന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് തോന്നുന്നു ഓരോ ഏരിയ വൈസ് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. എൻ്റെ വേറെ പല ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലിപ്പോൾ വരുമ്പോൾ കുഞ്ഞിന് ആവശ്യമുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ ലൈക്ക് ബെഡിലാണ് കിടത്തുന്നതൊക്കെ പറഞ്ഞാൽ അവർ വോൺ ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെയാണ് കിടക്കുന്നത് എന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ അവന് തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവനത് യൂസ് ചെയ്യുന്നില്ല. അവരത് കൂളായിട്ട് എടുത്തു. അതൊക്കെ ഓരോ പേരൻസിൻ്റെ ഡിസിഷനാണ്, പക്ഷേ കെയർഫുൾ ആയിരിക്കണം അങ്ങനെ പറഞ്ഞു തന്നു.
നല്ല രീതിയിലാണ് അവർ നമ്മളുടെ അടുത്ത് പെരുമാറിയത്. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റും കാര്യങ്ങളും എടുത്തു. പിന്നെ അവരെനിക്ക് പറഞ്ഞു തന്നു, ഓക്കെ കുഞ്ഞിന് ഇപ്പോൾ 6 മാസം ആകുമ്പോൾ എന്ത് കുഞ്ഞിൻ്റെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെനിക്ക് പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെയാണ് വാക്സിനേഷൻ്റെ സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിനെടുത്തത് മെനിഞ്ചൈറ്റിസിൻ്റെയാണ്. ഒരു ഡോസും കൂടി ഉണ്ട്, അത് വരുന്ന കമ്മിങ് 28-നാണ്, ജൂലൈ 28-ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ. എനിക്കും ഇതൊരു പുതിയ അറിവായിരുന്നു. എവിടാണ് ചെല്ലേണ്ടത്, എന്തോ ആണ് ചെയ്യേണ്ടത്, കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ പ്രസവിച്ചിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഒക്കെ എനിക്കും കൺഫ്യൂഷനായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ നാട്ടിൽ പ്രസവിച്ചിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ GP തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, GP കോൺടാക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അവർ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരും, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടതെന്നൊക്കെ. അതൊക്കെ നമുക്ക് അവരായിട്ട് തന്നെ പറഞ്ഞു തരും. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. പിന്നെ അവർ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യും നല്ലപോലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ടാറ്റ ബാബിയൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിനുമാണ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛനും മോനും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ പിന്നെ എടുത്തേക്കാമെന്ന് ഓർത്തു. അതിനുശേഷം പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും കുഞ്ഞിന് നല്ല പനി ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.